ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ ഞാൻ എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായി. ലക്കി ഭാസ്കർ എന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് വിചാരിച്ചത്. ഇപ്പോൾ ലക്കി ഭാസ്കറിൻ്റെ വിശേഷങ്ങൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് വന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലും തെലുങ്കാനയിലും എല്ലായിടത്തും നന്നായി തന്നെ സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 25 ദിവസം തികഞ്ഞിരിക്കുകയാണ്. ഗംഭീരമായി തന്നെ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു. OTT വലിയൊരു തുകയ്ക്കാണ് OTT വിറ്റിട്ടുള്ളത്. ഹിന്ദി ഡബ്ബിങ് വന്നിട്ടില്ല. അപ്പോൾ ഹിന്ദിയിലേക്കും മൊഴിമാറ്റം നടത്തിയിട്ട് OTTയിൽ വരാൻ പോവുകയാണ്. കോടിക്കണക്കിന് രൂപയ്ക്കാണ് OTTയിൽ വിറ്റിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള റേറ്റ് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. എന്തായാലും മൊത്തം ഒരു 200 കോടി രൂപയോളം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാരണം OTT അതുപോലെ തന്നെ സിനിമ അത്രയും 125-130 കോടിയോളം ഏകദേശം കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനി ഏകദേശം ഒരു നാഴികക്കല്ലായിട്ട് വേണമെങ്കിൽ മാത്രമേ ദുൽഖർ സൽമാൻ പ്രഖ്യാപിക്കുള്ളൂ. എങ്ങനെ പോലും 10-200 കോടി കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തായാലും 150 കോടി എന്നെങ്കിലും എന്തായാലും സിതാര എൻ്റർടൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ്റെ വേഫറർ പോസ്റ്റർ വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും തമിഴ്നാട്ടിലൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് സിനിമ ഇപ്പോഴും ഹൗസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബുക്ക് മൈ ഷോയിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ശനി ഞായറൊക്കെ എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളായിരുന്നു. തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ 4 ഷോ ഇപ്പോഴും കളിക്കുന്നുണ്ട്. 4 ഷോ ആക്കിയിട്ടുണ്ട്. ഗിരിജ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല സിനിമ, ഇപ്പോൾ ഗിരിജ തിയേറ്ററിൽ 4 ഷോ വെച്ച് കളിക്കുന്നുണ്ട്. എന്തായാലും എന്താ പറയുക, ദുൽഖർ സൽമാനെ കളിയാക്കിയവർക്ക് ഉള്ള ചെകിടത്തുള്ള ഒരു അടി ആയിരുന്നു സിനിമ. എന്തായാലും ഒരു കിങ് ഓഫ് കൊത്ത കൊണ്ടൊന്നും തകർന്നു പോകുന്നവനല്ല ദുൽഖർ സൽമാൻ. മാത്രമല്ല മറ്റുള്ള നടന്മാരുടെ സിനിമകൾ എത്ര എണ്ണം പൊട്ടിയാലും ആർക്കൊന്നും പറയാനില്ലെങ്കിലും ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമ 40 കോടിയുടെ മുകളിൽ കളക്ട് ചെയ്തിട്ടും ആ സിനിമ മോശമാണെന്ന് പറഞ്ഞ് താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചപ്പോൾ അതിനേക്കാളും വലിയൊരു ഗംഭീര സംഭവം, അതും വേൾഡ് വൈഡ് അല്ലെങ്കിൽ പാൻ ഇന്ത്യ ലെവലിൽ തന്നെ വമ്പൻ ഹിറ്റായിട്ടൊരു സിനിമ കൊണ്ട് ദുൽഖർ സൽമാൻ എത്തിയിരിക്കുകയാണ്. ഇനിയുള്ള സിനിമകൾ ഗംഭീര സിനിമകളാണ് ഒരുങ്ങുന്നത്, വലിയ സിനിമകളാണ് ഒരുങ്ങുന്നത്. ചിലപ്പോൾ വലിയേട്ടൻ 2 വരെ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതായത് പുതിയ കാസ്റ്റിംഗ്, സെയിം കഥയൊന്നുമല്ല, പുതിയ കാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് ദുൽഖർ സൽമാൻ വലിയേട്ടനായിട്ട് അങ്ങനെ സിനിമ ഒരുങ്ങാൻ നമ്മുടെ ഷാജി കൈലാസ് അങ്ങനെ ഒരു പ്ലാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. അങ്ങനെ വലിയ സിനിമകളൊക്കെയാണ് ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും മലയാളത്തിലും ഗംഭീര സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തും. വിഷ് ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ചാനൽ കാണാൻ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വീണ്ടും ശുഭദിനം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും.